പൊന്നിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നമ്മുടെ സുധി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിച്ച് ഇറങ്ങുന്ന സമയത്താണ് വീട് വാങ്ങുക എന്ന പേരും പറഞ്ഞിട്ട് സുധിയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ ഒരാള് അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുകയാണ് കേട്ടോ ചെയ്യുന്നത്. മരുന്ന് മേടിച്ച് ഇറങ്ങുന്ന സമയത്താണ് അയാളെ കാണുന്നത്. എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹവും നമ്മുടെ സുധിയെ കാണുകയാണ്. സുധിയെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം ടാക്സി വണ്ടി കയറിയിട്ട് പോകുന്നുണ്ട്. സുധിയാണെന്നുണ്ടെങ്കിൽ പുറകെ ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓടുന്ന വഴിയിൽ ഒരാള് അമ്പലത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തട്ടി അങ്ങ് വീഴ്ത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ കുടം തട്ടിങ്ങാണ്ട് കുടം പൊട്ടിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം കൂടി പോകുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിനെ കല്ലെടുത്തെറിയാണ്. കല്ലെടുത്തെറിയുന്നത് പോലീസുകാരനെയല്ല, ആ കാറിനെയാണ്. പക്ഷേ കല്ല് കൊള്ളുന്നത് പോലീസുകാരനെയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ സുധിയുടെ പുറകെ ഓടുന്നുണ്ട്. പോലീസുകാരടുത്ത് എത്തുമ്പോഴേക്കും ആ കൂടെയുള്ള ആൾക്കാരും പറയുന്നുണ്ട്, സാർ അദ്ദേഹത്തെ പിടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടി സുധി ഓടുന്ന രീതിയായിട്ട് അങ്ങനെ ഓടിയിട്ട് അങ്ങനെ സുധി കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും ഒരു ടേണിങ് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വണ്ടി വരുന്നത് സുധി കാണുന്നില്ല. അങ്ങനെ സുധിയെ ഇടിക്കുകയാണ് ആ വണ്ടി. സുധി വണ്ടി ഇടിച്ചിട്ട് താഴെ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ഓടിയെത്തുന്നുണ്ട്. അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നു വരുമ്പോഴേക്കും ഹാളിൽ കാല് തെന്നിട്ട് വീഴുന്നുണ്ടേ. സച്ചിയാണെങ്കിൽ ചന്ദ്രമതിയെ ഓടി വന്നിട്ട് അമ്മേ കൈ താ എണീക്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. എന്നെ നീ പിടിക്കണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ സച്ചി രേവതിയെ വിളിക്കുകയാണ്. രേവതി ഓടി വരുന്ന സമയത്ത് ചന്ദ്രമതി താഴെ ഇരിക്കുന്നത് കാണുന്നത്. അമ്മ എന്താ ഇവിടെ തറയിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനിവിടെ ശയനപ്രദക്ഷിണം ചെയ്യാനുണ്ട് എന്ന് പറയുകയാണേ. രേവതി അമ്മ കാല് തന്നെ വീണാന്ന് പറയുന്നുണ്ട്. സച്ചി അമ്മ എണീക്ക് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കൈ തായെന്ന് നമ്മുടെ രേവതിയും പറയുന്നുണ്ടെങ്കിലും നീയും എന്നെ പിടിക്കണ്ട എന്നുള്ള മട്ടിൽ അവിടെ തന്നെ ഇരുന്നിട്ട് സ്വയം എണീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ രേവതി വീണ്ടും അമ്മയെ കൈ പിടിക്കുക എണീക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രമതി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണേ. ഞാൻ കാൽ തന്നെ വീണടാ എന്നാ അമ്മ എണീക്കെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പിടിച്ചിട്ട് ഇരുത്തുവാണ് കേട്ടോ കസേരയിൽ. അമ്മ എങ്ങനെ താഴെ വീണെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എടാ ഞാൻ നടന്നു വരുന്ന സമയത്ത് കാലിതാ അവിടെ തട്ടിപ്പോയി എന്ന് പറയാണേ. അമ്മ എന്താ കുഞ്ഞു കുട്ടിയാണോ ശരിക്കും നോക്കിയിട്ട് നടന്നു വരണ്ടേന്ന് ചോദിക്കുമ്പോൾ എടാ ഞാനെന്താ വേണമെന്ന് വെച്ചിട്ട് വീണതാണോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് വന്നോ എന്തോ ഇടിച്ചതുപോലെ എനിക്ക് തോന്നി. സുധി എവിടെയെന്ന് ചോദിക്കുകയാണേ. സുധിയേട്ടൻ രാവിലെ തന്നെ പുറത്തു പോയില്ലേന്ന് നമ്മുടെ ശ്രീകാന്ത് തിരിച്ച് ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുകയാണേ. ആ ശരിയാണല്ലോ എന്ന് ചന്ദ്രമതിയും. അമ്മയെ കാല് നല്ല വേദനയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഉണ്ടടാ ഇവിടെയാന്ന് പറയണം. അങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എടാ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് വാ, കാറ് താഴെ ഉണ്ടെന്ന് പറയുകയാണേ. അതൊന്നും വേണ്ടാന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. നീ ഒന്ന് തിരുമ്മി വിട്ടാൽ മതി, അത് മാറിക്കോളും. ശരി അമ്മയെന്ന് ശ്രീകാന്തും പറയാണ്. നമ്മുടെ സച്ചിക്കും രേവതിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതിയും കൂടി അടുക്കളയിലേക്ക് പോവാണേ. തുടർന്ന് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, എന്ത് പറ്റി സച്ചിയേട്ടാ, എന്തോ ഒരു പോലെ ഉണ്ടല്ലോ. ഞാനും അവരുടെ മകൻ തന്നെയല്ലേ. താഴെ വീണ സമയത്ത് കൈ കൊടുത്തപ്പോൾ അത് പിടിച്ച് എണീക്കാനുള്ള മനസ്സ് അവർക്ക് വന്നില്ല. ഇവനൊന്നും എന്നെ തുടരുത് എന്നുള്ള രീതിയാണ് വിചാരിക്കുന്നത്. അതിന് മാത്രം എന്ത് പാപ ഞാൻ രേവതി ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാപവും ചെയ്തിട്ടില്ല. സച്ചിയേട്ടന്റെ വില എന്താന്ന് അമ്മയ്ക്ക് അറിയില്ല. ഒരു പൂച്ചയാണെങ്കിൽ പോലും 4 മക്കളുണ്ടെങ്കിൽ ആ 4എണ്ണത്തിനെയും ഒരുപോലെയാണ് കാണുക. എന്നാ മനുഷ്യരങ്ങനെയല്ല അല്ലേ. സ്വന്തം മക്കളാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അകറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം സച്ചിയേട്ടന് നന്നായിട്ട് അറിയുന്നതല്ലേ. സച്ചിയേട്ടനെ ഇഷ്ടമല്ലാത്ത മകനും ഞാൻ ഇഷ്ടമല്ലാത്ത മരുമകളുമാണ്. എന്റെ കൈ പിടിക്കണമെന്നോ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. അമ്മ വീഴുന്നത് കണ്ടപ്പോൾ ഞാനും ഒന്ന് പതറിപ്പോയി. പക്ഷെ ആ വേദനയിലും അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം സച്ചിയേട്ട ഒരു ദിവസം മാറും. നമ്മളെയും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം എന്തായാലും ഉണ്ടാകും. എല്ലാം കാലം മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനുണ്ട് സച്ചിയെ രേവതി. തുടർന്ന് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ കാണിക്കുന്നത്. അമ്മ വയസ്സാകുന്ന സമയത്ത് കുറച്ച് നോക്കിയും കണ്ടൊക്കെ നടക്കണം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്ന സമയത്ത് ആർക്കാടെ വയസ്സായത്, ഞാനെന്തോ കാണാതെ തട്ടിപ്പോയതാന്ന് പറയുന്നുണ്ടേ. അപ്പോൾ കണ്ണിനായിരിക്കും അമ്മയ്ക്ക് പ്രശ്നം. ആർക്കാടെ കണ്ണിന് പ്രശ്നം? എന്നാ അമ്മയ്ക്ക് മറവി രോഗം വല്ലതുമായിരിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് പോടാ എന്നൊക്കെ പറയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ അടുത്ത്. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. എടാ ചെന്ന് ആരാണെന്ന് നോക്കുന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ശ്രുതി ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ. അങ്ങനെ ഫോൺ എടുത്തിട്ട് ആ പറ ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കര കരച്ചിലാണ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ ശ്രുതി എന്തിനാ കരയുന്നതെന്ന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണെ. പക്ഷെ അപ്പോഴും ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
ശ്രുതിയുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധിക്ക് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. സുധിക്ക് എന്താ പറ്റിയത്? എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ആൻറ്റി എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി എന്താന്ന് വെച്ച കാര്യം പറ, സുധിക്ക് എന്താ പറ്റിയത്, അവൻ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ കാര്യം എന്നുള്ള കാര്യം. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുകയാണ്, അല്ല സുധി, എന്താ സുധിക്ക് പറ്റിയത്? ആദ്യം നീ കരയുന്ന നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പറ ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതിക്ക് ആക്സിഡന്റ് ആയി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നുള്ള കാര്യം പറയുകയാണേ. അത് കേൾക്കുമ്പോഴേക്കും അയ്യോ എൻ്റെ മകൻ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഫുള്ള് കരച്ചിലാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. നീ പറ എവിടെയാ ഉള്ളത്, എൻ്റെ മകൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തതാണ്, ഞാൻ ഇവിടെ എത്തിയുള്ളൂ ആൻറ്റി, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരു ഭാഗത്തു നിന്ന് കരയുന്നു. ചന്ദ്രമതി ആണെങ്കിൽ നിലവിളിച്ച് കരയുന്നു. അമ്മേ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ തരാൻ വേണ്ടി പറയാണ് കേട്ടോ ആദ്യം. അങ്ങനെ ശ്രുതിക്ക് എന്താ ചേച്ചി പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല, ICU എന്നുള്ള കാര്യം അറിയുള്ളൂ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുകയാണേ. ഹോസ്പിറ്റലിലെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി ഫോൺ വെക്കുന്നുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞാണ് ശ്രീകാന്ത് ഫോൺ വെക്കുന്നത്. ഫോൺ വെച്ച ഉടനെ തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ പറഞ്ഞെന്നുള്ള കാര്യം. അവൻ ICU ഉള്ളെന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറയുകയാണേ. അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ഫുള്ള് കരച്ചിലാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അപ്പോഴാണ് രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ രവി വന്നിട്ട് ചന്ദ്ര എന്താ കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയണേ. ആക്സിഡന്റോ, എങ്ങനെ പറ്റിയെന്ന് ചോദിക്കുകയാണെ നമ്മുടെ രവി. അതൊന്നും അറിയില്ല, ഇപ്പൊ ICU എന്നുള്ള കാര്യം അറിയുള്ളൂ. അയ്യോ ICU എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എൻ്റെ മകന് മാത്രം എന്താ ഇങ്ങനെ കഷ്ടപ്പാട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ രവിയേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട്, അവന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ രവി ചന്ദ്രയെ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ സിസ്റ്റർ പുറത്തേക്ക് വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ശ്രുതിക്ക് എന്നുള്ള കാര്യം. ഇപ്പൊ ഡോക്ടർ വരുമെന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശ്രുതിയെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി കാണുന്നത് കണ്ണൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ. അയ്യോ കണ്ണിന് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ആയിട്ടുണ്ട്. ആക്സിഡന്റ് ആയ സമയത്ത് ശ്രുതിയുടെ കണ്ണാടി പൊട്ടിയിട്ട് കണ്ണിന്റെ ഉള്ളിൽ കുത്തി കയറാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ണാടി കഷ്ണങ്ങളൊക്കെ ചില്ലുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ ഫുള്ള് ഉറപ്പ് നൽകുന്നില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി വീണ്ടും ചോദിക്കുകയാണ് സങ്കടത്തോട് കൂടിയിട്ട്. അതാണ് പറഞ്ഞത്, ടെസ്റ്റുകളൊക്കെ ഒരുപാട് എടുക്കാനുണ്ട്, അതിനുശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അപ്പോഴേക്കും ചന്ദ്രമതിയും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. കണ്ണിന് കെട്ട് കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ ചന്ദ്രമതി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഭയങ്കര കരച്ചിലും നിലവിളിയൊക്കെയാണ്. അങ്ങനെ ഡോക്ടർ അവരുടെ അടുത്ത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കണ്ണ് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.